ഒരു മുറുക്ക് പാക്കറ്റിന്റെ മുകളിലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ തന്നെ അവൻ ആദ്യം വന്നിട്ട് പറയേണ്ടത് എൻ്റെ അടുത്തല്ലേ, അല്ലാതെ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്നെ പേടിപ്പിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മന്മഥനില്ലേ ഇവിടെ? ഇല്ല. എന്താ സാറേ? എവിടേക്കാ പോയേ? പണിക്ക് പോയതാ. എന്ന് പോയതാ? ഇന്നലെ. ഇന്നലെ പോയിട്ട് ഈ നേരം വരെ വന്നിട്ടില്ല? ഇടയ്ക്ക് ഇങ്ങനെ വൈകാറുണ്ട്. എന്തിനാ പോയി, എന്താ വൈകുന്നതെന്ന് വല്ലതും പറഞ്ഞാ? ഞാൻ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. ഫോണ് കിട്ടുന്നില്ല? ഇല്ല. ആ, എന്താ സാറേ? ഒരു രണ്ടുപേരൊന്ന് കയറി നോക്കിയാ ഇവിടെ. അയ്യോ സാറേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇല്ല. അല്ല കുഴപ്പമില്ല, ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ. ചെല്ലേ. എന്താ സാറേ? എന്താ പ്രശ്നം? എന്താ? നിനക്കൊന്നും അറിയില്ല? ഇല്ല. എന്താ സാറേ? ഇന്നലെ ഇവിടെ എന്താ ഉണ്ടായേ? ഇന്നലെ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ നീ അടുത്ത വീട്ടിലെത്തിയായിട്ട് എന്താ ഉണ്ടായി? സാറേ, അത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ കണക്കിന്റെ കാര്യത്തിന് ആ ഒരു പ്രശ്നം ഉണ്ടായി, വേറെ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് നിന്റെ മന്മഥൻ വന്നപ്പോ നീ അത് അവനോട് പറഞ്ഞാ? പറഞ്ഞു. ഇത് കേട്ട പാതി മന്മഥൻ എന്താ ചെയ്തേ? ആ വീട്ടിലേക്ക് പോയാ? പോയി. ആ, അവിടെ ചെന്നിട്ട് അവൻ എന്താ ചെയ്ത്? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറിയിട്ട് ആ പെങ്കൊച്ചിന്റെ കഴുത്തിന് കയറി പിടിച്ച്. അയ്യോ, എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല സാർ. വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഇല്ല ഇല്ല, എന്റെ ചേട്ടൻ കേസാണ്. അയ്യോ, ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. പുറത്തു വരില്ല. പ്ലീസ്, എന്റെ ചേട്ടനൊന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവനെവിടെ? അയ്യോ, ചേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ ഫോണിൽ വിളിച്ചത് കിട്ടിയില്ല. മര്യാദക്ക് അവനെ വിളിച്ച് അവനെയും കൂട്ടിയിട്ട് അവിടെ വന്നോ. ഞങ്ങളുടെ കയ്യിലെങ്ങാനും കിട്ടിയാ എന്റെ ചേട്ടൻ അങ്ങനത്തെ ഒരാളല്ല. സാർ, എന്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ സാറേ. അതെ മോളെ, അവൻ വന്നു കഴിഞ്ഞാൽ അവനും കൂട്ടി സ്റ്റേഷനിലേക്ക് വാ. ഇല്ലെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്ത് കിട്ടിയ ഉടനെ അവിടെ വരാൻ പറ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ സാർ. മന്മഥേട്ടാ, മന്മഥേട്ടാ, മന്മഥേട്ട, മന്മഥേട്ടൻ എവിടെയാ? ഞാൻ ഈ വീട്ടിലുണ്ട്. എന്നിട്ട് പൂട്ടീനെല്ലാം വീട്. സുധി, ഞാൻ ഈ വീടിന്റെ പുറകുവശത്തുണ്ടല്ലോ. ആ, എന്തിനാ ആടെ ഇരുന്ന്? എടാ സുധി, ഞാൻ അവിടെ നിന്ന് പുറത്തോട്ട് വന്ന ആൾക്കാരെന്നെ കാണില്ലടാ. അല്ല, പിന്നെ ചോറുണ്ടേനും കയ്യിൽ. അത് ഞാൻ മതിലിന്റെ മുകളിൽ വെച്ചിട്ട് പോട്ടെ. എടാ, നീ അവിടെ വെച്ചിട്ട് പോയി ഞാനത് എടുക്കാൻ വരുമ്പോ ആൾക്കാരെന്നെ കാണും. നീ പുറകോട്ട് വാ. അല്ല, ഞാനിപ്പം വന്നാല് ഞാൻ കാണൂല്ലേ നിങ്ങളാ? നീ എന്നെ കാണുന്നോണ്ട് ഞാൻ നിന്നെ കാണുന്നോണ്ട് കുഴപ്പമില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വാ, പുറകെ വശത്തോട്ട് വാ. അതില് പുറകെ കൂടെ ഇങ്ങോട്ട് വാ. എടുത്തേ വാത്തൂടിയാ? എടാ, ഏതെങ്കിലും സൈഡിൽ കൂടെ വാ നീ ഇങ്ങോട്ട്. ആ, എന്നാ ആയിക്കോട്ടെ, വെച്ചോളി. ഇവിടെയാ? വേഗം തിന്നോളി. പറഞ്ഞു. നീ വരുന്നത് ആരെങ്കിലും കണ്ടോ? ഞാൻ ഇപ്പം കണ്ടിനി. മന്മഥേട്ടൻ കണ്ടില്ലേ? പുറത്ത് ആരെങ്കിലും കണ്ടോന്ന്? ആ, കണ്ട് കണ്ടോ? കൊറേ ആളെ കണ്ടില്ലേ? എന്നിട്ട് പക്ഷെ അവരൊന്നും എന്നെ കണ്ടിട്ടില്ല. നിങ്ങള് ഉപ്പേരി മാണ്ടേ തിന്നണ്ട, ചോറ് വേഗം മണിക്കോ. കഴിച്ചോ. അതിൻ്റെ അകത്ത് ഒരു തട്ടില് അരിപ്പായച്ച അന്ന് എനക്കുള്ളതാ, വെച്ചു വെച്ച് തന്നതാ.
ഇപ്പഴത്തന്നെ കഴിച്ചോളി. എങ്ങോട്ടൊന്നും അഴിക്കണേ. ഇത് വിശക്കുന്നായിരുന്നു വല്ലാത്തൊരു ഇടങ്ങാറായിട്ടില്ല. ഞാൻ തരുമ്പോ നീ നിന്റെ ഒരു സ്വഭാവമാണല്ലോ. നിന്നെ എടാ എസ് ഐ സാർ നിന്നെ നോട്ട് ചെയ്യണ്ടായിരുന്നു. എന്താണ് അവിടെ? ഞാൻ പാവുള്ളൂ സാറേ. ഞാനും എന്റെ ലക്ഷ്യം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനാണ് അവിടെ ഒളിച്ചു താമസിക്കുന്നത്? പേടിച്ചിട്ടാണ് സാറേ. എന്തിനു പേടിക്കണം? പോലീസിന് പേടി. എന്തിനാ പോലീസിനെ പഠിക്കണേ? കുറ്റം ചെയ്തിട്ടല്ലേ? ഇല്ല സാർ. നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കണപ്പോ? എന്റെ ലക്ഷ്യം ഉണ്ടാക്കി തന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോണോ അതോ ഇപ്പൊ തന്നെ പോണോ? എന്നൊന്നും ചെയ്യില്ല. അല്ല, ചിലപ്പോ അവസാനത്തെ ഭക്ഷണമായിരിക്കും. ഇനിയിപ്പോ ജാമ്യം കിട്ടാത്ത കുറ്റാണ് ചെയ്തേക്കണത്. കൊണ്ടുപോയി വണ്ടി കയറ്റണം. സാർ എന്നെ രക്ഷിക്കണം. നീ എന്താ നിൽക്കണേ? വാടാ. ചോറ് കൊടുക്കും. ആ എടാ, കുറ്റം ചെയ്ത പോലെ തന്നെയാണ് കുറ്റവാളികളെ സംരക്ഷിക്കണം. ഓരൊത്ത കൊളിക്കല്ലേ ഞാനെന്തിനാ പോരുന്നേ? എന്നെ പഠിക്കാൻ എന്തിനാ കൊണ്ടുവരുന്നത്? ചോറും കൊണ്ട് എന്താ സ്വരൂപം ഇവിടെ? ഇല്ലടാ, ചെറിയൊരു കേസ് ഉണ്ട്. എന്ത് കേസ്? ചെറിയൊരു കേസ്. എന്ത് നമ്മൾ വിഷയം അറിയേ? മറ്റേ പ്യൂള് വിഷയൻ. ഇത് നമ്മുടെ അട്ടിപ്പറമ്പിലുള്ള. എന്ത്? ഇല്ല, അവന് ഞാൻ കമ്പനിയാ. അവനൊക്കെ ഞാൻ ഒരുമിച്ച് പഠിച്ചതാ. അപ്പൊ നമ്മള് ചുമ്മാ എല്ലാ ദിവസവും ഇങ്ങനെ ഇടയ്ക്ക് കൂടുതലുണ്ട് ചാക്കടയില്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ കൂടിയപ്പോ നമ്മളെല്ലാരും ചിരിക്കുന്ന കൂട്ടത്തിൽ അവനൊന്ന് ചിരിച്ച് തമാശയാക്കിയിട്ട് പക്ഷെ അവൻ വല്ലാണ്ട് കളിയാക്കി. എനിക്കങ്ങ് പൊളിഞ്ഞു വന്ന് എന്നെ ചായ ക്ലാസ് കൊണ്ട് ഒന്നും കൊടുത്തും. നീ അവനെ തലക്കടിച്ചാ? തലയ്ക്ക് വലിയ പരിക്കൊന്നുമില്ല, ചെറിയൊരു പരിക്ക്. എന്ത് പണി സ്വരൂപം കാണി. അവൻ കൊണ്ട് കേസം കൊടുത്തു. എന്നിട്ട് കേസ് കൊടുത്തപ്പോ കുടുങ്ങി. പക്ഷെ എനിക്ക് കേസം കൊടുത്ത് തിരിച്ചിട്ട് അവൻ എനിക്കെതിരെ. ഓന്റെ വക്കീലേതാ? ഓന്റെ വക്കീൽ മറ്റേ രാഹുല്. രാഹുലോ? ആ, ഒരാളൊത്തിരി ഉഷാറാട്ടോ. അതൊന്നും എനിക്ക് പേടിയില്ല. എന്റെ സമ്പാദ്യം മുഴുവൻ ഇട്ടിട്ടാണെങ്കിലും ഓനെ ഞാൻ ഇവിടുന്ന് പണി കൊടുക്കും. കേസൊന്നും കഴിഞ്ഞോട്ടെ, കേസൊന്നും ഞാൻ പുറത്തിറങ്ങിക്കോട്ടെ. സ്വരൂപ ഇതൊക്കെ നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്തോ. എനിക്ക് സംസാരിച്ച് സോൾവ് ഒന്നും ചെയ്യണ്ട. ഇനി അവനെ ഞാൻ പണി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള കേസൊന്നും കഴിഞ്ഞോട്ടെ, എന്നിട്ട് അവനെ വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് എന്റെ എല്ലാം പോലെ എനിക്ക് കുഴപ്പമില്ല. അവനെ ഞാൻ പൂട്ടും. നോക്കോ നീ. എന്താണ് മോനെ? ശരിയെന്നാ. കഷ്ടം. എന്താണ്? നമസ്കാരം സാർ. എന്താ തൻ്റെ കേസ് എന്താണ് വിളിക്കുന്നത്? അല്ല സാറേ, ഞാൻ ഓഫീസിൽ പോയിരുന്നേ. ഓഫീസിൽ പോയപ്പോൾ സാറ് കോടതിയിലോട്ട് വന്നെന്ന് പറഞ്ഞു. സാറേ, വർഷം കുറേ ആയില്ലേ, ഇനിയെങ്കിലും നമ്മളെ കേസിന് എന്തെങ്കിലും ഒരു തീരുമാനമാവോ? ഇത് കോടതിയല്ലേ, കോടതിക്ക് അതിൻ്റെ സമയമുണ്ടോ? മടുത്ത് സാറേ, മതിയായി, അതുകൊണ്ട് പറയാ. തനിക്കും അടുത്തായിരിക്കും, പക്ഷെ തനിക്കൊരു കേസ് കൊടുത്താൽക്കും അടുത്തിട്ടില്ല. അതിനെന്ത് ചെയ്യാനോ? വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല മന്മത, ഉള്ള കാര്യം പറഞ്ഞു മതി. പക്ഷെ വേറെ കാര്യം, അടുത്ത പ്രാവശ്യം ഫീസ് തീർത്ത് തന്നില്ലെങ്കിൽ ഉണ്ടല്ല, ഞാൻ അപ്പി അറിയില്ല. താൻ വേറെ വക്കീൽ നോക്കിക്കോളൂ. എത്തിക്കാം സാറേ. ആ മതി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്, അത്രേ ഉള്ളൂ. ഓ, കയ്യിൽ കുറച്ച് പൈസ ആയപ്പോ അത് മേടിച്ചിട്ടാണ്. ഇനിയിപ്പൊ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. എല്ലില്ല, എന്ത് ദിവസമൊന്നുമില്ല. എന്തിന് ഇത് അത്ര കാലായിട്ടുള്ള പേടിയാണ്. ആ, അവിടെ വേറെ ആൾക്കാർ. ആ മനതാ ഇരിക്കും. ഞാനേ അവിടെ വേറെ പണിക്കാരും നിർത്താച്ചില്ല, കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ നിർത്തണല്ലോ. അതെ അതെ. ആ, നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ മര്യാദയ്ക്കൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ടാക്കിയാണ്. അതെ അതെ, ആയിക്കോട്ടെ. തിങ്കളാഴ്ചയാണ്. ഓ, ഞാൻ വിളിക്കും. ശരി ശരി, ആയിക്കോട്ടെ. ഇതെന്താണ് മന്മതാ, തീരെ സൂര്യല്ലോ നിക്ക്? കോടതി പോയിട്ട് വന്നേ, ആ പടിയെല്ലാം കയറി ഇറങ്ങിയപ്പോ എന്ന് ആലോചിക്കുകയാണേ, എന്റെ 2 വയസ്സിന് താഴെയുള്ളൂ നീ.
ഇപ്പൊ നിന്റെ കണ്ട എന്താണ് നിന്റെ കോലം? നല്ലതോ കേസ് ഒന്നും ആയില്ല അല്ലെ? ഇപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര കാലമായി എൻ്റെ പിന്നാലെ നടക്കാൻ പറ്റും? 5-10 കൊല്ലായി നീ കേസ് കൂട്ടായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഔ, ചിന്തിക്കാൻ വയ്യ എനിക്ക്. എല്ലാവർക്കും ഒരു പാടാണ് നീ. ഇപ്പൊ എന്തായി? സ്വന്തം ഭാര്യയും പോയി, ഉണ്ടാകുന്ന ഒരു ജോലിയും പോയി, നല്ല സർക്കാർ ഉദ്യോഗമായിരുന്നു, അതും പോയില്ലേ? അത് കുടിക്ക് നീ, കാശും വേണ്ട, നീ കുടിക്കേ. നിന്റെ കോലം കണ്ടൊരു സഹിക്കണ്ടേ? സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ 10 കൊല്ലം എങ്ങനെ നശിച്ചു നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം ആ ഒറ്റ കാര്യം കൊണ്ട് ഉണ്ടായാണത്. നിനക്കേ വികാരം മാത്രമുള്ളൂ, വിവേകമില്ല. അത് അവനുണ്ട്, സത്യശീലന്. അവൻ ആത്മസംയമനം പാലിച്ചു ആ സമയത്ത്. ഭാര്യമാര് തമ്മിലുണ്ടായ ഒരു വഴക്കാണ്, അത് അങ്ങനെ അങ്ങോട്ട് തീർന്നോട്ടെന്ന് നീ വിചാരിച്ചില്ല. നീ കണിച്ചെന്ന് വെച്ചാൽ പശുവിന്റെ പനി ഓടി അങ്ങോട്ട് തിന്നു. എന്താണ്ടായത്? ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോ അവൻ ബുദ്ധി ഉപയോഗിച്ചു, നേരെ പോയിട്ട് കേസ് അങ്ങോട്ട് കൊടുത്തു. നിന്നോട് വക്കാണത്തിനല്ല പറഞ്ഞത്, നിന്നെ 10 കൊല്ലം വട്ടം ചിറ്റിച്ചവൻ. അതാണ് ബുദ്ധി. നീ ചെയ്തോ? പെട്ടെന്നുള്ള വികാരത്തിൽ എടുത്താൻ അങ്ങോട്ട് ചാടി. ഇത് എന്റെ മാത്രം കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ ലോകത്ത് മൊത്തത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിൽ ഈ എടുത്തുചാട്ടം തന്നെയാണ് പലതിനും. അത് നീ ഇവിടെ ഈ നാട്ടുകാർക്ക് വലിയൊരു പാടായി. അതന്നെ നമുക്കേ നോക്ക്, വികാരമല്ല വേണ്ടത്, വിവേകമാണ് വേണ്ടത്. അത് മനസ്സിലാക്കി.